ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. 2 കൊരിന്ത്യർ 13 അധ്യായം 11 വാക്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും സ്നേഹപൂർവമായ സായാഹ്നാശംസകൾ. ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് നാം ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങുന്ന ഒരു വാഗ്ദാനമാണ് ഇന്നത്തെ നമ്മുടെ തിരുവചനം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ഈ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് സമാധാനമാണ്. ധനമുണ്ടെങ്കിലും സമാധാനം ഇല്ലാത്തവർ, ആരോഗ്യമുണ്ടെങ്കിലും ഉള്ളിൽ ഭയം നിറഞ്ഞവരുമുണ്ട്. കുടുംബമുണ്ടെങ്കിലും ഏകാന്തത അനുഭവിക്കുന്ന അനേകം ആളുകളുമുണ്ട്. എന്നാൽ ദൈവം നമ്മോട് പറയുന്നത്, എൻ്റെ സാന്നിധ്യം നിനക്കുണ്ടെങ്കിൽ യഥാർത്ഥ സമാധാനവും യഥാർത്ഥ സ്നേഹവും നിനക്കുണ്ടാകും എന്നതാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഈ വാഗ്ദാനത്തിനു മുൻപ് 5 ആത്മീക ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്, സന്തോഷിക്കുവിൻ. രണ്ടാമത്, പൂർണ്ണരാകുവിൻ. മൂന്നാമത്, പ്രോത്സാഹിതരാകുവിൻ. നാലാമത്, ഏക മനസ്സുള്ളവരാകുവിൻ. 5, സമാധാനത്തോടെ ജീവിക്കുവിൻ. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത്തേത്, സന്തോഷിക്കുവിൻ. സന്തോഷം സാഹചര്യങ്ങളിൽ നിന്നല്ല വരുന്നത്, അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്നാണ് അതൊഴുകുന്നത്. ഇന്ന് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരും വേദനയും ഒക്കെ ഉണ്ടായിരിക്കാം. എങ്കിലും ദൈവം ഇപ്പോഴും നമ്മോട് കൂടെ ഉണ്ടെന്ന ബോധ്യം നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടമാകട്ടെ. രണ്ടാമതായി, പൂർണ്ണരാകുവിൻ. ദൈവം നമ്മെ വിശുദ്ധിയിലേക്ക് വിളിക്കുന്നു. ഓരോ ദിവസവും നമ്മുടെ കുറവുകൾ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് ചേർന്നു നിൽക്കുമ്പോൾ അവിടുന്ന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. വിശുദ്ധി എന്നത് പാപമില്ലാത്ത അവസ്ഥ മാത്രമല്ല, അത് ദൈവഹിതം ചെയ്യുവാൻ തയ്യാറാകുന്ന ഒരു ഹൃദയം കൂടിയാണ്. ഹല്ലേലൂയ. മൂന്നാമതായി, പ്രോത്സാഹിതരാകുവിൻ. നിരാശ നമ്മെ തകർക്കും, എന്നാൽ ദൈവവചനം നമ്മെ വീണ്ടും ഉയർത്തി നിർത്തുന്നു. ഇന്ന് നിങ്ങൾ നിരാശയിലാണെങ്കിൽ ഓർക്കുക, കർത്താവ് നിങ്ങളുടെ ജീവിതം ഉപേക്ഷിച്ചിട്ടില്ല. ഈ രാത്രി പോലും അവിടുന്ന് നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നുണ്ട്. ആമീൻ, ഹല്ലേലൂയ. നാലാമതായി, ഏക മനസ്സുള്ളവരാകുവിൻ. കുടുംബങ്ങളിൽ പിളർപ്പുകൾ, ബന്ധങ്ങളിൽ അകൽച്ച, സഭയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവയെല്ലാം മനുഷ്യ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ യേശു നമ്മെ ഐക്യത്തിലേക്ക് വിളിക്കുന്നു. ക്ഷമിക്കുന്ന ഹൃദയമാണ് യഥാർത്ഥ ക്രൈസ്തവ ഹൃദയം. ആമേൻ. അഞ്ചാമതായി, സമാധാനത്തോടെ ജീവിക്കുവിൻ. സമാധാനം യുദ്ധമില്ലായ്മ മാത്രമല്ല, ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുന്ന ആത്മാവിൻ്റെ അവസ്ഥയാണ് സമാധാനം. കാറ്റും കൊടുങ്കാറ്റും എന്തൊക്കെയുണ്ടായാലും അതിൻ്റെ നടുവിൽ പോലും ഉറങ്ങുവാൻ കഴിഞ്ഞ യേശുതമ്പുരാൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും നിറയട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ വചനത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഈ തിരുവചന ഭാഗത്തിൻ്റെ അവസാന ഭാഗത്താണ്. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ദൈവം അനുഗ്രഹങ്ങൾ മാത്രം അയക്കുന്നവനല്ല, അവിടുന്ന് സ്വയം നമ്മോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് കൂടെ നടക്കുന്നു. നാം ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. നാം സമാധാനം തിരഞ്ഞെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയിൽ നമ്മിൽ പലർക്കും പറയുവാനുള്ള വേദനകളുണ്ട്, അനവധിയുണ്ട്. ചിലർ ജോലി സംബന്ധമായ ഭാരങ്ങളുമായി നിൽക്കുന്നു,
ചിലർ കുടുംബ പ്രശ്നങ്ങളാൽ തകർന്നിരിക്കുന്നു. മറ്റു ചിലർ രോഗത്തിൻ്റെ വേദനയിൽ കഴിയുന്നു. ചിലർ ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിലാണ്. എന്നാൽ യേശുതമ്പുരാൻ നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇന്ന് ഈ സന്ധ്യയിൽ നമുക്ക് ഒരു ആത്മപരിശോധന നടത്താം. ഞാൻ ആരെയെങ്കിലും വെറുക്കുന്നുണ്ടോ? ഞാൻ ആരോടെങ്കിലും ക്ഷമിക്കാതെ കഴിയുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തിയത് എന്താണ്? ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുന്ന പാപം എന്താണ്? നമ്മുടെ ഹൃദയം വിനയത്തോടെ കർത്താവിൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കാം. ദൈവം തകർന്ന ഹൃദയത്തെ ഒരിക്കലും നിരസിക്കുകയില്ല. ഒരു അനുതപിക്കുന്ന ആത്മാവിനെ അവിടുന്ന് ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും. ഈ രാത്രി നമ്മുടെ ജീവിതത്തിൻ്റെ പുതിയ ഒരു തുടക്കമാകട്ടെ. കർത്താവിൻ്റെ സമാധാനം നമ്മുടെ ഭവനങ്ങളിൽ നിറയട്ടെ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം വർദ്ധിക്കട്ടെ. മാതാപിതാക്കളും മക്കളും തമ്മിൽ ഐക്യത്തിൽ ജീവിക്കട്ടെ. രോഗികൾക്ക് സൗഖ്യം ലഭിക്കട്ടെ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ ലഭിക്കട്ടെ. പാപബന്ധനങ്ങളിൽ കഴിയുന്നവർക്ക് മോചനം ലഭിക്കട്ടെ. നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നായി തീരട്ടെ. ഇന്നത്തെ ഈ രാത്രി ഉറങ്ങുവാൻ പോകുമ്പോൾ ഒരു കാര്യം മാത്രം നാം ഓർക്കുക: ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. അവിടുന്ന് ഇപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീർ കാണുന്നുണ്ട്. അവിടുന്ന് നിങ്ങളുടെ നാളെയെ അനുഗ്രഹിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, കർത്താവേ, അങ്ങെനിക്കു മതി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾ അങ്ങയുടെ പരിശുദ്ധ സന്നിധിയിൽ വിനയത്തോടെ വന്നിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. ചിന്തകളാലും വാക്കുകളാലും പ്രവൃത്തികളാലും ചെയ്യേണ്ടുന്ന നന്മ ചെയ്യാതിരുന്നതിലൂടെയും ഞങ്ങൾ പലപ്പോഴും അങ്ങയെ വേദനിപ്പിച്ചു. ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള വിദ്വേഷം അവിടുന്ന് നീക്കണമേ. ക്ഷമിക്കുവാൻ കഴിയാത്ത ഞങ്ങളുടെ മനസ്സിനെ മാറ്റണമേ. അഹങ്കാരം, അസൂയ, കോപം, ഭയം, നിരാശ ഇവയെല്ലാം അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ദഹിപ്പിക്കണമേ. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സംഗതിയാകുമാറ. കണ്ണുനീർ പൊഴിക്കുന്നവരുടെ കണ്ണുകളെ തുടച്ചു മാറ്റണം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വാതിലുകൾ തുറന്നു തരണമേ. യുവജനങ്ങളെ വിശുദ്ധിയിൽ നടത്തണമേ. കുട്ടികളെ കാത്തു സൂക്ഷിക്കണമേ. വയോധികരെ ശക്തിപ്പെടുത്തണമേ. മരണഭയത്തിൽ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകണമേ. ഇന്ന് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ഈ രാത്രി സമാധാനത്തോടെ ഉറങ്ങുവാനും നാളെ പുതിയ ശക്തിയോടെ അനുഗ്രഹപൂർവമായ നല്ല ഒരു പ്രഭാതം കണ്ട് എഴുന്നേൽക്കുവാനും നിന്നെ പാടി സ്തുതിക്കുവാനും തമ്പുരാനെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. അങ്ങയുടെ കൃപ ഞങ്ങളോട് കൂടെയുണ്ടായിരിക്കണമേ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥതയാലും എല്ലാ വിശുദ്ധന്മാരുടെയും വിശുദ്ധമതികളുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ഈ അപേക്ഷകൾ അവിടുന്ന് അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.